ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഒരു വലിയ നോമ്പുകാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പരിശുദ്ധ സഭ ശുഭകോണം അഥവാ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയിലൂടെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മശോധനയുടെ കാലഘട്ടം. ഈ അവസരത്തിൽ സഭ പ്രത്യേകമായി നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കേവർക്കും സുപരിചിതമായ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ. ഈ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമായി 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, ഈശോ എപ്പോഴാണ് പരീക്ഷിക്കപ്പെട്ടത്? 2, എങ്ങനെയാണ് ഈശോ അതിനെ ചെറുക്കുന്നത്? നമുക്ക് വചനം നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈശോ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ തടയുന്നു. ഈ ആദ്യ ദിനങ്ങളിലൊന്നും തന്നെ പിശാച് ഈശോയെ പരീക്ഷിച്ചതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. പക്ഷേ എന്നാൽ 40-ാം ദിവസം, അതായത് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഈശോ തീർത്തും അവശനായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോയെ പിശാച് സമീപിക്കുന്നത്, പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ആ ശ്രമങ്ങളെയൊക്കെ വിപുലമാക്കിക്കൊണ്ട് ഈശോ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെല്ലാം ചേർത്ത് നിൽക്കുന്നത് അതേ വചനഭാഗത്ത് നിന്നും കാണാൻ സാധിക്കും. ഈ വചനത്തെ നമ്മുടെയൊക്കെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് കാര്യം കാണാൻ സാധിക്കും. എപ്പോഴാണ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ വീക്കായിരിക്കുമ്പോഴല്ലേ? അതെ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നിരാശരായിരിക്കുമ്പോഴാണ് ഈ പ്രലോഭനങ്ങളൊക്കെ നമ്മെ തേടി വരുന്നത്. ഈ പ്രലോഭനങ്ങളെ 3ആയി തിരിച്ചാൽ പ്രധാനമായി കാണാൻ സാധിക്കുന്നത്, ആദ്യത്തെ ഒരു തരം പ്രലോഭനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായ സുഖം അല്ലെങ്കിൽ സൗകര്യമൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എന്നൊരു ചിന്ത. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ പറയുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കണം എന്നതായ ഒരു ചിന്ത. അതായത്, ഞാൻ ഇന്നൊരു കാര്യം പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥിച്ച കാര്യം ഞാൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്ത് ദൈവം എനിക്ക് സാധിച്ചു തരണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വാശി അല്ലെങ്കിൽ ഒരു തെറ്റായ ചിന്ത. അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള പ്രലോഭനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രലോഭനം എന്നതാണ് അധികാരം, അംഗീകാരം. ഇതുപോലുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ സമൂഹത്തിൽ വിജയികളാകൂ എന്ന് നമ്മളെ പറഞ്ഞു തിരിച്ചറിയുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം. ഇതാണ് 3 തരത്തിലുള്ള പ്രലോഭനങ്ങൾ. ഈ പ്രലോഭനങ്ങളെ മനസ്സിലാക്കി ദൈവാശ്രയത്തിൽ അവയെ ചേർത്ത് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതയാത്രയിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ബലഹീനമായ അവസ്ഥ ഏതാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരും, ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ ഭക്ഷണത്തിൻ്റെതായ വർജനയോടും നോമ്പിൻ്റെതായ പ്രാർത്ഥനകളോടും ഒപ്പം തന്നെ നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. നമ്മളെ തന്നെ വിലയിരുത്താം. നമ്മുടെ ബലഹീനമായ അവസ്ഥ എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവയെ പരിഹരിച്ച് അവയെ നികത്തി നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ചു ഏതെങ്കിലും വിധത്തിൽ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെയും ക്ഷമിച്ചുകൊണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ. വലിയ നോമ്പിൻ്റെതായ എല്ലാവിധമായ പ്രാർത്ഥനകളും നിങ്ങൾക്ക്